ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. റിനു റിച്ചൂസ് വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈദ് സ്പെഷ്യൽ തട്ടിക്കൂട്ട് ബിരിയാണിയുടെ റെസിപ്പി ഫുൾ വീഡിയോയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ നമുക്കൊരു ബിരിയാണി തയ്യാറാക്കി എടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 3 കിലോ അരിയും 5 കിലോ ചിക്കനും ചേർത്താണ് ഞാൻ ഈ വീഡിയോയിൽ ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചിക്കൻ, ബിരിയാണി റൈസ്, വലിയ ഉള്ളി, തക്കാളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന ഇല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്യാരറ്റ്, ഗരം മസാല, സൺഫ്ലവർ ഓയിൽ, തൈര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, റെഡ് കളർ, ബിരിയാണി മസാല, നെയ്യ്, ചെറുനാരങ്ങ നീര് എന്നിവയാണ്. ഇവയ്ക്ക് പുറമെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ അത് രണ്ടും സ്കിപ്പ് ചെയ്തിട്ടാണ് ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി എങ്ങനെ നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം എന്നതിലേക്ക് കടക്കാം. കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരൽപ്പം ചിക്കൻ മസാലയും റെഡ് കളറും ഉപ്പും ഒരൽപ്പം വിനെഗിരിയും കൂടി ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റ് നേരം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ശേഷം ബിരിയാണിക്കുള്ള മസാല നിങ്ങൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് എങ്കിൽ ആ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടായ ശേഷം അതിലേക്ക് ഒരൽപ്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ മസാല തിരുമ്മി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ആവിയിൽ വേവിക്കുക. ചിക്കൻ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടുതൽ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് ഡീപ്പ് ഫ്രൈ നമ്മൾ ചെയ്യുന്നതിന് പകരമാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ബിരിയാണിയുടെ ടേസ്റ്റിലൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ല. അമിതമായിട്ടുള്ള എണ്ണയുടെ ഉപയോഗം നമുക്ക് ഇതിലൂടെ കുറയ്ക്കാനും കഴിയും. ചിക്കൻ വേവിച്ച ശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. പാത്രം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് സവാള ആവശ്യത്തിനുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കണം. സവാള വേഗത്തിൽ വഴന്നു കിട്ടുന്നതിന് വേണ്ടി അതിലേക്ക് നമുക്കൊരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കാം. ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. സവാള വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മല്ലിച്ചപ്പ്, പുതിന ഇല എന്നിവ ചേർത്ത് കൊടുക്കുക. വലിയുള്ളിയും തക്കാളിയും എല്ലാം നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മിശ്രിതം ചേർക്കുക. ഒപ്പം ഒരൽപ്പം ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വീഡിയോയിൽ ഞാൻ ഒരു പ്രത്യേകമായിട്ട് അളവ് പറയുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള അളവുകൾ നിങ്ങൾ എടുത്താൽ മാത്രം മതി. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒപ്പം പാകത്തിന് മുളക് പൊടിയും ചിക്കൻ മസാലയും ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. കൂടുതലായിട്ട് ഉപയോഗിക്കണമെന്നില്ല. ഈ മസാലയിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കൻ വേവിക്കുമ്പോൾ മാത്രമേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മാത്രമല്ല എരിവിനായിട്ട് കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പച്ചമുളകാണ്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാത്തതിൻ്റെ കാരണം എന്തെന്നാൽ ചിക്കൻ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ആവിയിൽ വേവിച്ചത് കൊണ്ട് ചിക്കനിൽ ഒരൽപ്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ആ വെള്ളത്തിൽ ഒരു പക്ഷേ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടായിരിക്കും. അത് ഇതിലേക്ക് മിക്സ് ആയതിന് ശേഷം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കൂടാതെ സവാള വഴന്നു വരുന്നതിന് വേണ്ടി നമ്മൾ ആദ്യത്തിൽ ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്.
അപ്പോൾ വീണ്ടും നമ്മൾ ചേർത്ത് കൊടുത്താൽ ഒരുപക്ഷെ ഉപ്പ് അധികമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കേണ്ട എന്ന് പറഞ്ഞത്. ചിക്കൻ മസാലയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മസാലയുടെ പച്ചമണം പോയെന്ന് ഉറപ്പായാൽ അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം ആ പാത്രം അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക. ഇപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പ്രത്യേകം മറ്റൊരു ചീനച്ചട്ടിയിലോ മറ്റോ എണ്ണയും നെയ്യും ചൂടാക്കി സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുത്ത് ഇതിൽ ദമ്മിടുന്ന സമയത്ത് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി മസാലയിലേക്കുള്ള റൈസാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ കാണുന്ന വെള്ളത്തിൻ്റെ കളറ് അല്പം മങ്ങിയതായിട്ട് കാണപ്പെടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 1-2 ഗ്രാമ്പു, ഏലക്ക, ഒരു കഷ്ണം പട്ട തുടങ്ങിയവ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. അരി തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ചോറ് ദമ്മിടൽ പരിപാടിയിൽ വെള്ളത്തിൽ നിന്നും ചോറ് വാർത്തെടുക്കുന്നതിന് മുമ്പായിട്ട് മസാലയെ 2 ഭാഗമാക്കി മാറ്റാം. പകുതി മസാല ചെമ്പിൻ്റെ അടിഭാഗത്ത് ചേർത്ത് കൊടുക്കുക. പകുതി മസാല നമുക്ക് വേവിച്ച ചോറിനെ പകുതി എടുത്ത് ഈ ചെമ്പിലുള്ള മസാലയുടെ മുകളിൽ നിരത്താം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പുതിനയില എന്നിവയും ഒപ്പം അല്പം ഗരം മസാലയും കൂടി വിതറി കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടല്ല, പകുതി മാത്രം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക. ശേഷം ബാക്കിയുള്ള ചോറ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ മല്ലിച്ചപ്പ്, പുതിനയില, ക്യാരറ്റ്, ഗരം മസാല തുടങ്ങിയവ മുകളിലൂടെ വിതറി കൊടുക്കുക. അവസാനമായി ഒരല്പം നാരങ്ങ നീരും നെയ്യും ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നന്നായി അടച്ചു വെച്ച ശേഷം കുറഞ്ഞ തീയിൽ ദമ്മിട്ട് വെക്കുക. 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം. ശേഷം നന്നായി ഇളക്കി മസാലയെ റൈസുമായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ എൻ്റെ ഈദ് സ്പെഷ്യൽ തട്ടിക്കൂട്ടി ബിരിയാണി ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളല്ലേ? എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റും. എത്ര ഗസ്റ്റ് വീട്ടിൽ വന്നാലും ധൈര്യമായി നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വരാം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.